അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 താരീഖിലെ 4ാമത്തെ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അൽ വഹ്ദത്തുർ റാബിഅ 4ാമത്തെ പാഠം ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിൽ. കൂട്ടുകാർ എല്ലാവരും വർക്ക് ബുക്ക് എടുത്തില്ലേ? വർക്ക് ബുക്ക് പേജ് നമ്പർ 16. ആദ്യം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. ഒന്നാമത്തത്, സ്ഫടിക കൊട്ടാരം നിർമ്മിച്ചത് ആർക്കു വേണ്ടി? ഉത്തരം ബൽഖീസ് രാജ്ഞിക്ക്. 2, ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവന്നത് ആരാണ് കൊണ്ടുവന്നത്? ആസഫ് ബിനു ബർഖിയ. മൂന്നാമത്തത്, സുലൈമാൻ നബിയുടെ ഭരണ തലസ്ഥാനം. ഉത്തരം ബൈത്തുൽ മഖ്ദിസ്. അടുത്തത് ഉത്തരം കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം, ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നടന്ന സംഭവങ്ങൾ ഉടനെ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അറിയിച്ചു. ആര്? ഉത്തരം മരംകൊത്തി. രണ്ടാമത്തെ ചോദ്യം, സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകൾക്ക് കൽപ്പന കൊടുത്തു. എന്തായിരുന്നു കൽപ്പന? ഉത്തരം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇഷ്ടികകൾ കൊണ്ട് വിശാലമായ മൈതാനം നിർമ്മിക്കാൻ. മൂന്നാമത്തെ ചോദ്യം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ചുറ്റും അണിനിരന്നു. ആര്? ഉത്തരം ജിന്നുകളും മനുഷ്യരും പക്ഷികളും വന്യജീവികളും. നാലാമത്തെ ചോദ്യം, സുലൈമാൻ നബി അലൈഹിസ്സലാം ബൽഖീസിന് വേണ്ടി നിർമ്മിച്ചു എന്ത്? ഉത്തരം ഒരു സ്ഫടിക കൊട്ടാരം. അഞ്ചാമത്തെ ചോദ്യം, അതിന് താഴെ മത്സ്യങ്ങളും ജലജീവികളും സഞ്ചരിക്കുന്ന ജലവുമുണ്ടായിരുന്നു. ഏതിന് താഴെ? ഉത്തരം സ്ഫടിക കൊട്ടാരത്തിന് താഴെ. ആറാമത്തെ ചോദ്യം, സിംഹാസനത്തിന് തിരിച്ചറിയാത്ത വിധം മാറ്റം വരുത്തുവാൻ സുലൈമാൻ നബി അലൈഹിസ്സലാം കൽപ്പന നൽകി. എന്തിനായിരുന്നു അങ്ങനെ കൽപ്പിച്ചത്? ഉത്തരം ബൽഖീസിനെ പരിശോധിക്കുവാൻ വേണ്ടി. ഏഴാമത്തെ ചോദ്യം, ബൽഖീസ് കണങ്കാലുകളിൽ നിന്ന് വസ്ത്രം കയറ്റി. കാരണം? ഉത്തരം സ്ഫടികങ്ങളിൽ നിർമ്മിച്ച മിനുസമുള്ള കൊട്ടാരം ജലാശയമാണെന്ന് ധരിച്ച്. എട്ടാമത്തെ ചോദ്യം, സുലൈമാൻ നബി അലൈഹിസ്സലാം ബൽഖീസിനെ വിവാഹം ചെയ്തു. എപ്പോൾ? ഉത്തരം ബൽഖീസ് ഇസ്ലാം സ്വീകരിച്ച ശേഷം. ഒമ്പതാമത്തെ ചോദ്യം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വയസ്സ്. ഉത്തരം 53. അടുത്തത് സന്ദർഭം പറയാം. ഒന്നാമത്തത്, താങ്കളുടെ ദൃഷ്ടി താങ്കളിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരാം. അപ്പം നോക്കൂ, ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം വരുത്തി ഈ കൊട്ടാരത്തിൽ വെക്കാൻ സുലൈമാൻ നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ചു. അദ്ദേഹം ചോദിച്ചു, ഓ പ്രമുഖരെ, അവർ മുസ്ലിങ്ങളായി എൻ്റെ അടുത്ത് എത്തും മുമ്പ് ആരാണ് അവളുടെ സിംഹാസനം കൊണ്ടുവരിക? അപ്പോൾ വേദപണ്ഡിതനായ ആസഫ് ബിനു ബർഖിയ എന്ന മഹാൻ പറഞ്ഞ മറുപടിയാണിത്. രണ്ടാമത്തത്, ഇത് അതുപോലെ തന്നെയുണ്ട്. ബൽഖീസ് പരിവാര സമേതം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ തലസ്ഥാനമായ ബൈത്തുൽ മഖ്ദിസിലെത്തി. ഇപ്രകാരമാണോ താങ്കളുടെ സിംഹാസനം എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ബൽഖീസിനോട് ചോദിച്ചു. അപ്പോൾ ബൽഖീസ് പറഞ്ഞ മറുപടിയാണിത്. മൂന്നാമത്തത്, ഇത് സ്ഫടികങ്ങളാൽ നിർമ്മിച്ച മിനുസമുള്ള കൊട്ടാരമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ബൽഖീസിനോട് കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ കൽപ്പിച്ചപ്പോൾ സ്ഫടികങ്ങളിൽ നിർമ്മിച്ച
മിനുസമുള്ള കൊട്ടാരം കണ്ട് ജലാശയമാണെന്ന് അവൾ ധരിച്ചു. കണങ്കാലുകളിൽ നിന്ന് വസ്ത്രം കയറ്റിയപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞതാണിത്. അടുത്തത് വിട്ട ഭാഗം പൂരിപ്പിക്കാം. ഒന്നാമത്തത് ബൽഖീസ് രാജ്ഞി കൊടുത്തയച്ച ഡാഷ് സുലൈമാൻ നബി അലൈഹിസ്സലാം തിരസ്കരിച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് പാരിതോഷികം. ബൽഖീസ് രാജ്ഞി കൊടുത്തയച്ച പാരിതോഷികം സുലൈമാൻ നബി അലൈഹിസ്സലാം തിരസ്കരിച്ചു. രണ്ടാമത്തത് സുലൈമാൻ നബി അലൈഹിസ്സലാം ചിലപ്പോൾ ദീർഘസമയം ഡാഷിൽ ആരാധനയിൽ മുഴുകാറുണ്ടായിരുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് ബൈത്തുൽ മഖ്ദിസിൽ. സുലൈമാൻ നബി അലൈഹിസ്സലാം ചിലപ്പോൾ ദീർഘസമയം ബൈത്തുൽ മഖ്ദിസിൽ ആരാധനയിൽ മുഴുകാറുണ്ടായിരുന്നു. മൂന്നാമത്തത് ഊന്നുവടിയിൽ ഊന്നി നിസ്കരിക്കുമ്പോഴാണ് ഡാഷ് വഫാത്തായത്. അവിടെ പൂരിപ്പിക്കേണ്ടത് സുലൈമാൻ നബി അലൈഹിസ്സലാം. ഊന്നുവടിയിൽ ഊന്നി നിസ്കരിക്കുമ്പോഴാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം വഫാത്തായത്. നാലാമത്തത് വിവാഹശേഷം ഓരോ മാസത്തിലും ഒരു ദിവസം സുലൈമാൻ നബി അലൈഹിസ്സലാം ഡേഷ്യയെ സന്ദർശിക്കാറുണ്ടായിരുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് ബൽഖീസ് രാജ്ഞിയെ. വിവാഹശേഷം ഓരോ മാസത്തിലും ഒരു ദിവസം സുലൈമാൻ നബി അലൈഹിസ്സലാം ബൽഖീസ് രാജ്ഞിയെ സന്ദർശിക്കാറുണ്ടായിരുന്നു. അടുത്തത് സാരമെഴുതാം. റബ്ബി ഇന്നി ളലംതു നഫ്സി വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിൻ്റെ അർത്ഥം, എൻ്റെ രക്ഷിതാവേ, തീർച്ചയായും ഞാൻ ആത്മദ്രോഹിയായി പോയി. ഞാൻ സുലൈമാനോടൊപ്പം ലോകരക്ഷിതാവായ അള്ളാഹുവിന് കടപ്പെട്ടിരിക്കുന്നു. അടുത്തത് കഥ ചുരുക്കി എഴുതാം. ഒന്നാമത്തത് ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കൊട്ടാരത്തിൽ. കൂട്ടുകാർ എല്ലാവരും കിതാബിൽ 21-ാമത്തെ പേജ് എടുക്കൂ. അതിൽ ആദ്യത്തെ പാരഗ്രാഫ് ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം അത് മുതൽ. അടുത്ത പാരഗ്രാഫിൽ 4-ാമത്തെ വരി നോക്കൂ. സുലൈമാൻ അലൈഹിസ്സലാം കൽപ്പന നൽകി. അതുവരെ എഴുതണം. ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം വരുത്തി ഈ കൊട്ടാരത്തിൽ വെക്കാൻ സുലൈമാൻ അലൈഹിസ്സലാം ഉദ്ദേശിച്ചു. അദ്ദേഹം ചോദിച്ചു, ഓ പ്രമുഖരെ, അവർ മുസ്ലിങ്ങളായി എൻ്റെ അടുത്ത് എത്തും മുമ്പ് ആരാണ് അവളുടെ സിംഹാസനം കൊണ്ടുവരുക? ജിന്നുവർഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞു, അങ്ങ് സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ അത് കൊണ്ടുവരാം. വേദപണ്ഡിതനായ ആസഫ് ബിൻ ബർഖിയ എന്ന മഹാൻ പറഞ്ഞു, താങ്കളുടെ ദൃഷ്ടി താങ്കളിലേക്ക് തിരിച്ചു വരുന്നതിനു മുമ്പ് ഞാൻ അത് കൊണ്ടുവരാം. ആസഫ് റഹിമഹുല്ല നിമിഷങ്ങൾക്കകം സിംഹാസനം കൊണ്ടുവന്നു. ഈ സിംഹാസനം കൊട്ടാരത്തിനകത്ത് വെച്ച് വാതിലുകൾ അടച്ച് പാറാവുകാരെ നിർത്തിയ ശേഷമാണ് ബൽഖീസ് പുറപ്പെട്ടത്. ബൽഖീസിനെ പരിശോധിക്കുവാനായി സിംഹാസനത്തിന് തിരിച്ചറിയാത്ത വിധം മാറ്റം വരുത്തുവാൻ സുലൈമാൻ അലൈഹിസ്സലാം കൽപ്പന നൽകി. അടുത്തത് സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ വഫാത്ത്. കൂട്ടുകാർ എല്ലാവരും കിതാബിൽ 22-ാമത്തെ പേജ് എടുക്കൂ. അതിൽ അവസാനത്തെ പാരഗ്രാഫ് നോക്കൂ. സുലൈമാൻ നബി അലൈഹിസ്സലാം ചിലപ്പോൾ അത് മുതൽ. ഈ പാഠത്തിൻ്റെ അവസാനം സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ വഫാത്ത് അതുവരെ എഴുതണം. സുലൈമാൻ നബി അലൈഹിസ്സലാം ചിലപ്പോൾ ദീർഘസമയം ബൈത്തുൽ മഖ്ദിസിൽ ആരാധനയിൽ മുഴുകാറുണ്ടായിരുന്നു. മനുഷ്യരും ജിന്നുകളും ശൈത്താന്മാരും ഇഫ്രീത്തുകളുമെല്ലാം കൃത്യമായി തങ്ങളെ ഏൽപ്പിച്ച തൊഴിലുകൾ തുടരുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ മിഹ്റാബിലേക്ക് പ്രവേശിച്ചു. പതിവ് പോലെ തൻ്റെ വടിയിൽ ഊന്ന് കൊടുത്തുകൊണ്ട് നിസ്കാരം തുടങ്ങി. ആ നൃത്തത്തിൽ അദ്ദേഹം വഫാത്തായി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. മരണവിവരം ജിന്നുകൾ അറിഞ്ഞില്ല. അവരെല്ലാവരും തങ്ങളുടെ കഠിനമായ ജോലികൾ തുടർന്നു. ഊന്നുവടി
ചിതൽ തിന്ന് നശിപ്പിച്ചത് കാരണമായി അദ്ദേഹം വീണപ്പോൾ മാത്രമാണ് അവർ മരണവാർത്ത അറിഞ്ഞത്. അങ്ങനെ അദ്ദേഹം വീണപ്പോൾ തങ്ങൾക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ അപമാനകരമായ ശിക്ഷയിൽ തങ്ങൾ കഴിച്ചു കൂട്ടേണ്ടി വരില്ലായിരുന്നുവെന്ന് ജിന്നുകൾക്ക് വ്യക്തമായി. 53 വയസ്സുണ്ടായിരിക്കെയായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ വഫാത്ത്. ഇതോടെ ഈ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് കഴിഞ്ഞു. കൂട്ടുകാർക്ക് ഈ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.